ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Galaxy made of ABS material. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഒരു ബസ് 1-2 മിനിറ്റ് നേരത്തെ പോയാൽ ജീവനക്കാർക്കും ഉടമസ്ഥനും എന്താണ് ലാഭം? ഓരോരുത്തരും അവരവരുടെ സമയം പാലിച്ചാൽ എന്താണ് നഷ്ടം? റോഡിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്ന മത്സര പാച്ചിലിനു പകരം ഡ്രൈവിംഗ് എന്തുകൊണ്ട് ആസ്വാദ്യകരമായ ഒരു അനുഭവമാക്കിക്കൂടാ? തണ്ണീർപ്പന്തലിലെ ഒരു തെരുവ് യുദ്ധം കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. UDF സർക്കാർ വെന്റിലേറ്ററിലാണെന്ന് NCP നേതാവ് ഉഴവൂർ വിജയൻ. സീറ്റ് കുറഞ്ഞാൽ ഉമ്മൻചാണ്ടി രാജിവെക്കുമോ എന്നും അദ്ദേഹം. സാമ്പത്തിക പ്രതിസന്ധിയുടെ മറവിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുതെന്ന ആവശ്യവുമായി അധ്യാപകരുടെയും ജീവനക്കാരുടെയും കളക്ടറേറ്റ് മാർച്ച്. ബസ്സുകളുടെ മത്സരയോട്ടം. തണ്ണീർപ്പന്തലിൽ ബസ്സുകൾ കൂട്ടിയുരസി അപകടവും. നടുറോഡിൽ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളിയും. വാർത്തകൾ വിശദമായി. ലീവ് സറണ്ടറും PF വായ്പയും മരവിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. മാർച്ച് ജോയിന്റ് കൌൺസിൽ ചെയർമാൻ അഹമ്മദ് കുട്ടി കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും നേതൃത്വത്തിൽ കളക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. ലീവ് സറണ്ടറും PF വായ്പയും മരവിപ്പിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, സാമ്പത്തിക പ്രതിസന്ധി മറവിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുത് എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച്. മാർച്ച് ജോയിന്റ് കൌൺസിൽ ചെയർമാൻ അഹമ്മദ് കുട്ടി കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ആവർത്തിച്ച് കളവ് മാത്രം പറഞ്ഞ ഒരു ഗവൺമെന്റ് ഈ മാർച്ച് മാസം അവസാനത്തെ ആഴ്ചയിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണ് എന്ന് നമുക്കിപ്പോ ബോധ്യമായിരിക്കുകയാണ്. ഇത് തന്നെയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലും UDF ഗവൺമെന്റ് അധികാരത്തിലുണ്ടായിരുന്നപ്പോൾ കേരളത്തിന്റെ സാമ്പത്തിക ചരിത്രത്തിന്റെ ഭാഗമായി നമ്മൾ കണ്ട നടപടികള്. 2002 ഇതേ അനുഭവം കേരളത്തിലെ ജീവനക്കാർക്കും അധ്യാപകർക്കും ഉണ്ടായി. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് E പ്രേംകുമാർ, FSCTO ജില്ലാ സെക്രട്ടറി M മുരളീധരൻ, K രാജചന്ദ്രൻ, K സജീവൻ, പുഷ്പലത, PK സതീശൻ എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ബസ്സുകളുടെ മരണപ്പാച്ചിൽ പതിവായ കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ നടുറോഡിൽ ബസ് ജീവനക്കാരുടെ കൊലവിളി. വ്യാഴാഴ്ച രാവിലെയാണ് തണ്ണീർപ്പന്തലിൽ 2 ബസ്സിലെ ജീവനക്കാർ തമ്മിൽ യാത്രക്കാരെ സാക്ഷിയാക്കി കൊമ്പുകോർത്തത്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ രാവിലെ 10:45-നാണ് സിനിമാ രംഗങ്ങളെ വെല്ലുന്ന രീതിയിൽ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളിയും തെറിവിളിയും നടന്നത്. മത്സരയോട്ടത്തിനിടെ പരസ്പരം പോരടിക്കുന്ന കാര്യത്തിൽ തങ്ങളൊട്ടും പിന്നിലല്ല എന്ന് യാത്രക്കാർക്ക് മനസ്സിലാക്കി കൊടുത്തു 2 ബസ്സിലെയും തൊഴിലാളികൾ. ബാലുശ്ശേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന CK ബസ്സും അന്നശ്ശേരിയിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന നാജിൽ ബസ്സുമാണ് കഥയിലെ വില്ലന്മാർ. ബാലുശ്ശേരി കോഴിക്കോട് റൂട്ടിലെ സ്ഥിരം അപകട മേഖലയായ തണ്ണീർപ്പന്തൽ ബസ് സ്റ്റോപ്പിൽ ആളെ കയറ്റുകയായിരുന്ന CK ബസ്സിനെ അമിത വേഗതയിലെത്തിയ നാജിൽ മറികടക്കാൻ ശ്രമിച്ചത് ചെറിയ അപകടത്തിന് വഴിവെച്ചിരുന്നു. ഈ അപകടത്തിൽ CK ബസിന്റെ റിയർ വ്യൂ മിറർ തകർന്നു. ബോഡിക്കും സാരമായ കേടുപറ്റി. പിന്നീട് നടുറോഡിൽ അരങ്ങേറിയത് ബസ് ജീവനക്കാരുടെ പരസ്പരമുള്ള വെല്ലുവിളികൾ. ഇതിനിടെ കയ്യേറ്റ ശ്രമവും നടന്നു. ബസ് ജീവനക്കാരുടെ തെറിവിളികൾ കേട്ട് ചെവി തഴമ്പിച്ച യാത്രക്കാർ എല്ലാം ശരിയാകുമെന്ന് കരുതി ബസ്സിലിരുന്നു. എന്നാൽ വാക്തർക്കം അതിരുവിട്ടതോടെ അവരും പുറത്തേക്കിറങ്ങി. 10 മിനിറ്റോളം യാത്രക്കാർ പെരുവഴിയിലായി.
ഒടുവിൽ എല്ലാം കണ്ടുനിന്ന യാത്രക്കാർ ഇടപെട്ടു. പോലീസ് എത്തിയിട്ട് ബസ് എടുത്താൽ മതിയെന്നായി. ഇതോടെ ടിക്കറ്റ് റീഫണ്ട് ചെയ്തു. 100ഓളം യാത്രക്കാർ വീണ്ടും പെരുവഴിയിൽ. കൃത്യസമയത്ത് കൃത്യസ്ഥലത്തെത്താൻ കഴിയാത്തതിന്റെ പരിദേവനങ്ങൾ പരസ്പരം പങ്കുവച്ചു. യാത്രക്കാരിൽ 90% സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് വലിയ തോതിൽ പ്രതികരണമുണ്ടായില്ല. 2 ബസ്സുകളും യാത്രക്കാരും നാട്ടുകാരും റോഡിൽ നിറഞ്ഞതോടെ ഗതാഗതം സ്തംഭിച്ചു. നീണ്ട നിരയോടുകൂടി വാഹനങ്ങളുടെ ക്യൂ രൂപാന്തരപ്പെട്ടു. ഒടുവിൽ ബസ്സുകൾ ഇരുവശത്തേക്കും മാറ്റിയതോടെ ഗതാഗതം പഴയ സ്ഥിതിയിലായി. തണ്ണീർപന്തലിനടുത്ത് അപകടമുണ്ടാകുന്നത് ഇതാദ്യമല്ല. 3 മാസങ്ങൾക്ക് മുൻപ് ഇവിടെ നടന്ന അപകടത്തിൽ വീട്ടമ്മ മരിച്ചിരുന്നു. അമിത വേഗതയിലാണ് കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ ബസ്സുകളുടെ മരണപ്പാച്ചിൽ. സമയനിഷ്ഠ പാലിക്കാനെന്ന ന്യായം പറഞ്ഞ് ബസ് യാത്രക്കാരുടെ ജീവൻ കൊണ്ടാണ് ബസ് ജീവനക്കാർ പന്താടുന്നത്. ഏതെങ്കിലും യാത്രക്കാർ പ്രതികരിച്ചാൽ തന്നെ സർവീസ് നിർത്തിവെച്ച് പണിമുടക്ക് പ്രഖ്യാപിക്കും തൊഴിലാളി സംഘടനകൾ. മോട്ടോർ വാഹന വകുപ്പ് ഇടയ്ക്കിടെ പരിശോധന നടത്തുന്നുണ്ടെങ്കിലും അപകടങ്ങൾക്കിവിടെ യാതൊരു പഞ്ഞവുമില്ല. യഥാരീതിയിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിക്കാത്തതും അപകടങ്ങൾക്ക് കാരണമാകുന്നു. തണ്ണീർപന്തലിൽ ഒരു സ്പീഡ് ബ്രേക്കർ സ്ഥാപിക്കണമെന്നുള്ള നാട്ടുകാരുടെ ആവശ്യവും ഇതുവരെ പരിഗണിക്കപ്പെട്ടിട്ടില്ല. കുരുന്നുകളുടെ പ്രാർത്ഥനയും ദേശസ്നേഹികളുടെ പ്രവർത്തനവും സഫലമായി. അടച്ചുപൂട്ടൽ ഭീഷണി നേരിട്ട മലാപ്പറമ്പ് AUP സ്കൂൾ ഇപ്പോഴുള്ള സ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ DPI നിർദ്ദേശം നൽകി. റോഡ് വികസനത്തിന്റെ ഭാഗമായി 131 വർഷത്തെ ചരിത്രമുള്ള സ്കൂൾ അടച്ചുപൂട്ടുന്നത് ഏറെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അടച്ചുപൂട്ടൽ ഭീഷണി നേരിടുന്ന മലാപ്പറമ്പ് AUP സ്കൂൾ നിലവിലുള്ള സ്ഥിതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ DPI നിർദ്ദേശിച്ചതോടെ നീണ്ട നാളത്തെ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കുമാണ് സമാപ്തിയായത്. പുതിയ അധ്യയന വർഷം വിദ്യാർത്ഥികളെ ചേർത്ത് പഠന പ്രവർത്തനം തുടരാമെന്ന നിർദ്ദേശത്തെ ഇരു കൈകളും നീട്ടി അധ്യാപകരും രക്ഷിതാക്കളും വിദ്യാർത്ഥികളും സ്വീകരിച്ചിരിക്കുകയാണ്. റോഡ് വികസനത്തിന്റെ ഭാഗമായി സ്കൂൾ കെട്ടിടം പൊളിച്ചു നീക്കണമെന്ന് പറഞ്ഞായിരുന്നു മാനേജർ സ്കൂൾ പൂട്ടാൻ രംഗത്തെത്തിയത്. എന്നാൽ പകരം കെട്ടിടം നിർമ്മിച്ചു നൽകാൻ സ്ഥലമില്ലെന്ന് പറഞ്ഞതോടെ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രതിഷേധവുമായി രംഗത്തെത്തി. 36 സെന്റ് സ്ഥലത്ത് 3 കെട്ടിടങ്ങളിലായി 7 ക്ലാസ് മുറികളാണുള്ളത്. എന്നാൽ കെട്ടിടം പൊളിക്കാതെ തന്നെ റോഡ് വീതി കൂട്ടാനുള്ള സൗകര്യമുണ്ട്. ഭൂമാഫിയകളെ സഹായിക്കാനുള്ള മാനേജറുടെ നീക്കത്തെ പ്രദീപ് കുമാർ MLA അടക്കമുള്ള ജനപ്രതിനിധികളും നാട്ടുകാരും അധ്യാപക സംഘടനകളും രക്ഷിതാക്കളും പ്രതിഷേധങ്ങളും സമരങ്ങളുമായി രംഗത്തെത്തുകയും ഇതിന്റെ ഭാഗമായി വിദ്യാഭ്യാസ മന്ത്രിയുമായി നിരന്തരം ബന്ധപ്പെടുകയും ചെയ്തു. സ്കൂൾ സർക്കാരിനു കൈമാറിയാൽ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്ന് പ്രദീപ് കുമാർ MLA നിയമസഭയിൽ നൽകിയ സബ്മിഷന് നൽകിയ മറുപടിയിലാണ് സ്കൂൾ അടച്ചുപൂട്ടാനുള്ള തീരുമാനം പുനഃപരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി ഉറപ്പു നൽകിയത്. അതോടെയാണ് സ്കൂളിന് അനുകൂലമായി DPI നിർദ്ദേശം നൽകിയത്. സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഭൂരിഭാഗവും സമീപത്തുള്ള AWH ഫ്രീബേർഡ്സ് ഹോസ്റ്റലിൽ നിന്നും നിർധന കുടുംബങ്ങളിൽ നിന്നും വരുന്നവരാണ്. ഓട്ടിസം, MR, IED വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികളുമുണ്ട്. 131 വർഷത്തെ പാരമ്പര്യമുള്ള വിദ്യാലയം ഭൂമാഫിയകൾ വിഴുങ്ങിയാൽ അത് മലബാറിലെ ചരിത്ര പാരമ്പര്യം തന്നെയായിരിക്കും നഷ്ടമാവുക. അതിന് ഇട നൽകാതെ DPIയുടെ ഈ തീരുമാനം കോഴിക്കോടൻ മണ്ണ് സന്തോഷത്തോടെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് യൂണിറ്റിന്റെ 46ാം വാർഷിക സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമ്മേളനം കോർപ്പറേഷൻ സ്ഥിരം സമിതി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കേരള മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ സ്റ്റാഫ് യൂണിയൻ കോഴിക്കോട് യൂണിറ്റിന്റെ 46ാം വാർഷിക സമ്മേളനം നളന്ദ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. സമ്മേളനം കോർപ്പറേഷൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ M. രാധാകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ പൊതുരാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ ജീവനക്കാരുടെ ഇടപെടൽ ശ്രദ്ധേയമാണ്. ഈ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും സജീവമായി പങ്കുവഹിക്കാൻ ജീവനക്കാർ ഓരോരുത്തരും സന്നദ്ധരാവണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷമുള്ള 67 വർഷം കൊണ്ട് രാജ്യം നേടിയെടുത്തിട്ടുള്ള പല നേട്ടങ്ങൾ ഉൾപ്പെടെ വലിയ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഈ പാർലമെന്ററി പ്രവർത്തനത്തിൽ ജീവനക്കാർക്കും തങ്ങളുടേതായ പങ്ക് വഹിക്കാനുണ്ട് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആ പങ്ക് വഹിക്കുന്നതിന് നമ്മൾ സന്നദ്ധമാണ്. പരിപാടിയിൽ യൂണിറ്റ് പ്രസിഡന്റ് NP മുസ്തഫ അധ്യക്ഷം വഹിച്ചു. FSCTO ജില്ലാ കമ്മിറ്റി സെക്രട്ടറി M. മുരളീധരൻ, KMCSU സംസ്ഥാന കമ്മിറ്റി ട്രഷറർ V. സുരേഷ് കുമാർ, യൂണിറ്റ് സെക്രട്ടറി T. ബിജു, P. രമേശൻ, N. സിന്ധു, കുഞ്ഞുമൊയ്തീൻ എന്നിവർ സംസാരിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി NP സക്കീർ. Galaxy made of ABS material. റെഡി ആയില്ലേ? ഞാൻ വരുന്നു. ആ പാക്കറ്റിലെ എന്റെ ചുവപ്പ് പട്ടുസാരി ഉണ്ടോ നോക്കി. ചുമപ്പ് പട്ടുസാരിയില്ല, പക്ഷെ ഒരു ചുവന്ന കാറുണ്ട്. അടുത്ത പാക്കറ്റിൽ നോക്കി. അതിലൊരു ബൈക്കാ. അപ്പൊ അടുത്ത പാക്കറ്റിലോ? TV,
ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾക്ക് മിഴിവേകിയ സന്തോഷം കല്യാൺ സിൽക്സ് നിങ്ങളുമായി പങ്കുവെക്കുന്നു. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. നേടൂ 1.5 കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങൾ. ദിവസം തോറും ഹോണ്ട ബൈക്ക്, TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവ സമ്മാനം. ആഴ്ചതോറും ടൊയോട്ട ലിവ കാർ സമ്മാനം. ബമ്പർ സമ്മാനം 101 പവൻ. കല്യാൺ സിൽക്സ് 1 crore വെഡിംഗ് സെലിബ്രേഷൻ. 1 കോടിയിലേറെ മംഗല്യങ്ങൾ, അതിലേറെ സമ്മാനങ്ങൾ. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. തെരഞ്ഞെടുപ്പ് വാർത്തകൾ. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കേരളത്തിലെ UDF സർക്കാർ വെന്റിലേറ്ററിലായെന്ന് NCP മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പണം ഉപയോഗിച്ച് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുമെന്നാണെന്നും അദ്ദേഹം പരിഹസിച്ചു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഉഴവൂർ വിജയൻ. തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുമ്പോൾ LDF വൻ വിജയം നേടുമെന്നാണ് സൂചനകളെന്ന് NCP മീഡിയ കമ്മിറ്റി ചെയർമാൻ ഉഴവൂർ വിജയൻ പറഞ്ഞു. അഴിമതിയും ജനദ്രോഹവും കാരണം ആടിയുലഞ്ഞുന്ന കേരള സർക്കാരിന് കസ്തൂരിരംഗൻ റിപ്പോർട്ടിന് മേലുള്ള പുതിയ വിജ്ഞാപനം പാഴ്വേലയായി. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ UDF സർക്കാർ വെന്റിലേറ്ററിലായി. തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ജനം ഈ വെന്റിലേറ്റർ വലിച്ചൂരും. കേന്ദ്രത്തിൽ മോദിയും രാഹുലുമല്ലാത്ത പുതിയൊരു പ്രധാനമന്ത്രി അധികാരത്തിൽ വരുമെന്നും ഉഴവൂർ വിജയൻ പറഞ്ഞു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് BJPക്കും കോൺഗ്രസിനും ബദലായുള്ള ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളുടെ ഒരു മുന്നണി ഉണ്ടാകും. നല്ല ആമ്പിള്ളേര് VP സിംഗിനെ പോലെയുള്ളവർ പ്രധാനമന്ത്രിയാകും. ആമ്പിള്ളേർ തന്നെ ആകണം നിർബന്ധവുമില്ല, പെണ്ണുങ്ങളായാലും ആയിക്കോട്ടെ. ഏതായാലും ഇടതുപക്ഷ മതേതര പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് മാത്രമേ ഒരു ഗവൺമെന്റ് ഇവിടെ ഉണ്ടാകുകയുള്ളൂ. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന പണം കൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുമെന്നാണെന്ന് ഉഴവൂർ വിജയൻ പരിഹസിച്ചു. BJP എല്ലാ തെരഞ്ഞെടുപ്പിലും അക്കൗണ്ട് തുറക്കും എന്ന് പറയും. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ കിട്ടുന്ന കാശ് കൊണ്ട് ബാങ്കിൽ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു പരിപാടി. സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാവും പാർലമെന്റ് തെരഞ്ഞെടുപ്പെന്ന മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. UDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ സീറ്റ് കുറഞ്ഞാൽ രാജിവെക്കുമെന്നും കൂടി പറയാൻ മുഖ്യമന്ത്രി ധൈര്യം കാണിക്കണം. തെരഞ്ഞെടുപ്പിന് ശേഷം UDFൽ ഭൂകമ്പമുണ്ടാകുമെന്നും കോൺഗ്രസിന് ദേശീയ തലത്തിൽ സുനാമി ബാധിക്കുമെന്നും ഉഴവൂർ വിജയൻ കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പിന് ശേഷം സാംസ്കാരിക രംഗത്ത് കോഴിക്കോടിന് ലഭിക്കേണ്ട പരിഗണനകൾ ചൂണ്ടിക്കാട്ടി സാംസ്കാരിക പ്രവർത്തകർ കൾച്ചറൽ മാനിഫെസ്റ്റോ പുറത്തിറക്കി. ബഷീർ സ്മാരകം, തിയേറ്റർ കോംപ്ലക്സ്, ജവഹർ ബാലഭവൻ തുടങ്ങി വിവിധ ആവശ്യങ്ങളാണ് കൾച്ചറൽ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത്. കേരളത്തിലെ ഏറ്റവും പ്രബലമായ സാംസ്കാരിക കേന്ദ്രങ്ങളിൽ ഒന്നാണ് കോഴിക്കോട്. അതിനാൽ കോഴിക്കോട്ടെ ജനപ്രതിനിധികൾക്ക് സാംസ്കാരിക മേഖലയെക്കുറിച്ച് ശരിയായ ധാരണ ഉണ്ടായിരിക്കണമെന്ന് സാംസ്കാരിക പ്രവർത്തകർ പറഞ്ഞു. സാംസ്കാരിക രംഗത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് കൾച്ചറൽ മാനിഫെസ്റ്റോ പുറത്തിറക്കിയത്. കോഴിക്കോട്ട് വന്ന് താമസമുറപ്പിച്ച് മലയാളത്തിലെ എക്കാലത്തെയും മികച്ച എഴുത്തുകാരിൽ ഒരാളായി മാറിയ വൈക്കം മുഹമ്മദ് ബഷീറിന് സ്മാരകം പണിയാൻ ഇനിയും കാലതാമസമുണ്ടാവരുതെന്ന് മാനിഫെസ്റ്റോ ആവശ്യപ്പെടുന്നു. തിയേറ്ററുകൾ നഗരം വിടുന്ന പശ്ചാത്തലത്തിൽ എല്ലാവർക്കും ചുരുങ്ങിയ ചെലവിൽ സിനിമ കാണുന്നതിന് കൈരളി ശ്രീ തിയേറ്ററുകൾ വികസിപ്പിക്കണം. നാടകാചാര്യൻ KT മുഹമ്മദിന്റെ സ്മരണക്കായി കോഴിക്കോട്ട് നാടക കേന്ദ്രം വേണമെന്നും സാംസ്കാരിക പ്രവർത്തകർ ആവശ്യപ്പെട്ടു. കോഴിക്കോടിനെ സംബന്ധിച്ച് പക്ഷേ സംസ്കാരം എന്നുള്ള വാക്ക് ഒഴിവാക്കാനാവില്ല. കോഴിക്കോട് സാംസ്കാരിക നഗരമെന്നാണ് അറിയപ്പെടുന്നത്. സംഗീതത്തിൻ്റെ, ഗസലിൻ്റെ, ഫുട്ബോളിൻ്റെ, തിയേറ്ററിൻ്റെ ഒക്കെ നഗരമായിട്ടാണ് കോഴിക്കോട് അറിയപ്പെടുന്നത്. കോഴിക്കോട് എന്തുകൊണ്ടാണ് കാണെ സാംസ്കാരികമായ ഒരു മഴനിഴൽ പ്രദേശമായി മാറുന്നത്? ഈ ഒരു ആശങ്ക പ്രകടിപ്പിക്കുകയാണ് കോഴിക്കോട്ടെ 60 എഴുത്തുകാരും കലാകാരന്മാരും. ടൗൺ ഹാളും ജൂബിലി ഹാളും ടാഗോർ ഹാളും സാംസ്കാരിക പരിപാടികൾക്കായി വിട്ടു നൽകണം. ബൈപ്പാസിൽ കളിപ്പൊയ്യോടനുബന്ധിച്ച് ഓപ്പൺ സ്റ്റേജ് നിർമ്മിക്കണം. കേരളത്തിൽ ഭംഗിയായി നടന്നുവരുന്ന ജവഹർ ബാലഭവനുകൾ മലബാറിൽ മാത്രമില്ല. അതിനാൽ അത്തരത്തിലൊന്ന് കോഴിക്കോട്ടും വേണം. സ്റ്റേഡിയത്തിലെ മറ്റു പരിപാടികൾ ഒഴിവാക്കി അത് ഫുട്ബോളിന് മാത്രമായി വിട്ടു നൽകണമെന്നും സിവിക് ചന്ദ്രൻ, വിൽസൺ സാമുവൽ, K. സലാം തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതടക്കം 25 ആവശ്യങ്ങളാണ് കൾച്ചറൽ മാനിഫെസ്റ്റോ മുന്നോട്ട് വെക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ് ഉദ്യോഗസ്ഥർ. ഇലക്ട്രോണിക്സ് വോട്ടിംഗ് യന്ത്രങ്ങളുടെ പരിശോധന പൂർത്തിയാക്കി വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. ശനിയാഴ്ച യന്ത്രങ്ങളിൽ ബാലറ്റ് പതിപ്പിക്കും. സ്ഥാനാർത്ഥികളുടെ ഏജന്റിനുള്ള പാസുകൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ വെള്ളിയാഴ്ച വിതരണം ചെയ്യും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങൾ നിയമസഭാ മണ്ഡലാടിസ്ഥാനങ്ങളിൽ സജ്ജീകരിച്ച വിവിധ കേന്ദ്രങ്ങളിലേക്ക് മാറ്റി തുടങ്ങി. ഈ കേന്ദ്രങ്ങളിൽ നിന്ന് ശനിയാഴ്ച യന്ത്രങ്ങളിൽ ബാലറ്റ് പതിച്ച് അവസാനഘട്ട സജ്ജീകരണങ്ങൾ പൂർത്തിയാക്കും. ജില്ലയിൽ 13 നിയമസഭാ മണ്ഡലങ്ങളാണുള്ളത്. വടകര മടപ്പള്ളി ഗവൺമെന്റ് കോളേജ് ഓഡിറ്റോറിയം, കുറ്റ്യാടി ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ നട്ട് സ്ട്രീറ്റ്, നാദാപുരം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ മടപ്പള്ളി,
കൊയിലാണ്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി, പേരാമ്പ്ര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പയ്യോളി, ബാലുശ്ശേരി ഉള്ളേരി ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, എലത്തൂർ ഗവൺമെന്റ് പോളിടെക്നിക് വെസ്റ്റ് ഹിൽ, കോഴിക്കോട് നോർത്ത് ഹസൻ ഹാജി മെമ്മോറിയൽ JDT ഇസ്ലാമിക് പോളിടെക്നിക് വെള്ളിമാടുകുന്ന്, കോഴിക്കോട് സൗത്ത് മലബാർ ക്രിസ്ത്യൻ കോളേജ്, ബേപ്പൂർ ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഫറോക്ക്, കുന്നമംഗലം ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മീഞ്ചന്ത, കൊടുവള്ളി ഗവൺമെന്റ് പോളിടെക്നിക് വെസ്റ്റ് ഹിൽ, തിരുവമ്പാടി ഗവൺമെന്റ് ലോ കോളേജ് വെള്ളിമാടുകുന്ന് എന്നീ കേന്ദ്രങ്ങളാണ്. ശനിയാഴ്ച രാവിലെ 9 മുതൽ ബന്ധപ്പെട്ട അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെ മേൽനോട്ടത്തിലാകും വോട്ടിംഗ് മെഷീൻ സജ്ജീകരിക്കുക. കേന്ദ്രങ്ങളിലേക്ക് നിയോഗിക്കുന്ന സ്ഥാനാർത്ഥിമാരുടെ ഏജന്റിനുള്ള പാസുകൾ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാർ വെള്ളിയാഴ്ച വിതരണം ചെയ്യും. സാമ്രാജ്യത്വത്തിനെതിരെ നിലപാട് സ്വീകരിച്ചതിന് പേരുകേട്ട രാജ്യം ഇന്ന് അഴിമതിയുടെ പേരിലാണ് പ്രശസ്തമായി മാറുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. LDF നേതൃത്വത്തിൽ ബേപ്പൂർ നടുവട്ടത്ത് സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CPI ദേശീയ സെക്രട്ടറി സുധാകർ റെഡ്ഡി ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. LDFന്റെ വിജയ വിളംബരമുയർത്തി CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ ജില്ലയിൽ പര്യടനം നടത്തി. സ്ഥാനാർത്ഥിയെ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ആവേശം പകർന്ന് കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിലായിരുന്നു പര്യടനം. രണ്ടാം ഘട്ട പ്രചരണത്തിന് ആവേശം പകർന്നാണ് ബുധനാഴ്ച ജനനേതാവ് എത്തിയത്. റാലികളെ അഭിസംബോധന ചെയ്ത പിണറായി അവസാന നിമിഷം വരെ ജാഗ്രത പാലിക്കാൻ പ്രവർത്തകരെ ആഹ്വാനം ചെയ്തു. കൂട്ടാലിട, നരിക്കുനി, ബേപ്പൂർ നടുവട്ടം എന്നിവിടങ്ങളിലായിരുന്നു റാലികൾ നടന്നത്. ബേപ്പൂർ നടുവട്ടത്തെ റാലിയിൽ CPI ജനറൽ സെക്രട്ടറി S സുധാകർ റെഡ്ഡിയും ഉണ്ടായിരുന്നു. ജനജീവിതം ദുരിതക്കയത്തിലാക്കിയ കോൺഗ്രസിനോട് പ്രതികാരം ചെയ്യാൻ കാത്തിരിക്കുകയാണ് കേരള ജനതയെന്നും UDF ചരിത്രത്തിലെ കനത്ത പരാജയം ഏറ്റുവാങ്ങുമെന്നും പിണറായി വിജയൻ നടുവട്ടത്ത് പറഞ്ഞു. കോൺഗ്രസ് അഴിമതിയുടെ ഭാഗം സൂക്ഷിക്കുന്ന പാർട്ടിയാണെന്നും കള്ളപ്പണമൊഴുക്കി ജനാധിപത്യത്തെ അട്ടിമറിക്കാനാണ് UPA ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിജയരാഘവൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് ശേഷം അഖിലേന്ത്യാ തലത്തിൽ തന്നെ കർഷക തൊഴിലാളി രംഗത്ത് പ്രവർത്തിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിലെ ജില്ലാ സെക്രട്ടറി TP രാമകൃഷ്ണനൊപ്പമായിരുന്നു പിണറായി എത്തിയത്. വാദ്യമേളങ്ങളുടെയും മുദ്രാവാക്യങ്ങളുടെയും അകമ്പടിയിൽ പ്രവർത്തകർ നേതാവിനെ വരവേറ്റു. ബേപ്പൂർ നടുവട്ടത്ത് എളമരം കരീം MLA C റസാഖ്, എയർലൈൻസ് അസീസ് ലത്തീഫ്, ബഷീർ കുണ്ടായത്തോടെ, പിലാക്കാട്ട് ഷൺമുഖൻ എന്നിവർ സംസാരിച്ചു. പ്രകാശൻ കറുത്തടത്ത് അധ്യക്ഷനായിരുന്നു. T ഹസൻ സ്വാഗതം പറഞ്ഞു. കോഴിക്കോട് അരങ്ങിന്റെ വിശപ്പ് ഒരു തോന്നലാണ്, മുഹമ്മദ് പന്നീങ്ങരുടെ കണ്ണീലേക്കരുടെ എന്നീ നാടകങ്ങളും അരങ്ങേറി. കോഴിക്കോട്ട് സെക്രട്ടേറിയറ്റ് അനക്സ് സ്ഥാപിക്കാൻ മുൻകൈയെടുക്കുമെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ. മെഡിക്കൽ കോളേജിനെ എയിംസ് പദവിയിലേക്ക് ഉയർത്തുമെന്ന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവനും പറഞ്ഞു. കോഴിക്കോട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് സംഘടിപ്പിച്ച സ്ഥാനാർത്ഥികളുടെ മുഖാമുഖം പരിപാടിയിലാണ് കോഴിക്കോടിന്റെ വികസന സാധ്യതകൾ ചർച്ചയായത്. ചെറിയ ഫയലുകൾ പോലും നീക്കാൻ മലബാറുകാർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന സാഹചര്യം ഒഴിവാക്കാൻ താൻ MP ആയാൽ കോഴിക്കോട്ട് സെക്രട്ടേറിയറ്റ് അനക്സ് സ്ഥാപിക്കുന്നതിന് മുൻകൈയെടുക്കുമെന്ന് UDF സ്ഥാനാർത്ഥി MK രാഘവൻ പറഞ്ഞു. കോഴിക്കോട് നഗരത്തിനായി സമഗ്രമായ മാസ്റ്റർ പ്ലാൻ കൊണ്ടുവരും. അടുത്ത തലമുറയ്ക്കെങ്കിലും ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ റോഡുകൾ വികസിപ്പിക്കും. NH ബൈപ്പാസിന്റെ അവശേഷിക്കുന്ന ജോലികൾ ഉടൻ പൂർത്തിയാക്കും. SM സ്ട്രീറ്റ് പരിസരം പൈതൃക ഇടനാഴിയാക്കി മാറ്റും. അഖിലേന്ത്യാ പരീക്ഷകൾ എഴുതാൻ ദൂരനഗരങ്ങളിൽ പോകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിന് കോഴിക്കോട്ട് UPSC പരീക്ഷാ കേന്ദ്രത്തിനായി ശ്രമിക്കുമെന്നും MK രാഘവൻ പറഞ്ഞു. അതുപോലെ സെക്രട്ടേറിയറ്റിന് അനക്സ് ഇവിടെ വേണം. ഹൈക്കോടതിന്റെ ബെഞ്ച് പോലെ തന്നെ സെക്രട്ടേറിയറ്റിന് അനക്സ് ഇവിടെ വേണം. ആളുകൾ കെട്ടിപ്പേറി തലസ്ഥാനത്ത് പോകുന്ന ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെയാണ് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് ജീവിത പ്രശ്നമുണ്ട്. അവർക്ക് തൊഴിൽ കിട്ടുന്ന പദ്ധതി, അത് ഗ്രാമീണ മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പദ്ധതി. അതേസമയം MP ആയി തെരഞ്ഞെടുക്കപ്പെട്ടാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ ഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് പദവിയിലേക്ക് ഉയർത്തുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് മുൻഗണന നൽകുമെന്ന് LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ പറഞ്ഞു. കോഴിക്കോട്ട് ഹൈക്കോടതി ബെഞ്ച് സ്ഥാപിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തും. ജവഹർലാൽ നെഹ്റു നഗരവികസന പദ്ധതിയിൽ കോഴിക്കോടിനെ കൂടി കൊണ്ടുവരുന്നതിന് ശ്രമിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ലൈബ്രറി കോഴിക്കോട്ട് സ്ഥാപിക്കും. കോഴിക്കോടിനായി ഒരു പ്രൊഫഷണൽ ഫുട്ബോൾ ടീം രൂപീകരിക്കും. NH ബൈപ്പാസ് ജോലികൾ പൂർത്തിയാക്കുമെന്നും 2 വർഷത്തിനകം ബൈപ്പാസ് 4 വരിയായി വികസിപ്പിക്കുമെന്നും A വിജയരാഘവൻ പറഞ്ഞു. AIMS ചോദിക്കും, IIT ചോദിക്കും, ഹൈക്കോടതി ബെഞ്ച് ചോദിക്കും. കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരുമിച്ച് സമരം ചെയ്യാം, നോക്കാം. ചിലത് കിട്ടിയെന്നും വരും, തീരെ കിട്ടൂല എന്നുള്ള കൺസെപ്റ്റിലല്ല ഈ ചോദിക്കുന്നത്, സമരം മാത്രമാണെന്നല്ല. അതുകൊണ്ട് ഇതൊക്കെ ചോദിക്കും, ഒരു വിഷമയിലുണ്ടാവില്ല. ഇത് 3 ചോദിക്കും കോഴിക്കോടിന് വേണ്ടി. കോഴിക്കോട് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഭാരവാഹികളായ C ജനാർദ്ദനൻ, ഡോക്ടർ A അച്യുതൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു.
കോഴിക്കോട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം UDYFന്റെ നേതൃത്വത്തിൽ യൂത്ത് വാക്ക് സംഘടിപ്പിച്ചു. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്ന് ആരംഭിച്ച യൂത്ത് വാക്ക് ലിങ്ക് റോഡിൽ സമാപിച്ചു. നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. UDF സ്ഥാനാർത്ഥി MK രാഘവന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായി UDF യുവജന വിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നഗരത്തിൽ യൂത്ത് വാക്ക് നടത്തി. മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച യുവജന നടത്തം റെയിൽവേ സ്റ്റേഷൻ ലിങ്ക് റോഡിൽ സമാപിച്ചു. നടൻ മാമുക്കോയ ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് കാലങ്ങളായിട്ട് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ അവസ്ഥയെപ്പറ്റി ഇവിടെ മാറി 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 വന്ന MP-മാരോടും തരം കിട്ടിയാൽ മന്ത്രിമാരോടും ഒക്കെ ഇതിനെപ്പറ്റി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് യാഥാർത്ഥ്യമാക്കിയത് പ്രാവർത്തികമാക്കിയത് നമ്മളെ MK രാഘവൻ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അത് അനുഭവിച്ച് നിങ്ങൾക്കൊക്കെ അറിയാം. DCC പ്രസിഡന്റ് KC അബു, മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് ഉമ്മർ പാണ്ടികശാല, AICC അംഗം PV ഗംഗാധരൻ എന്നിവർ സംസാരിച്ചു. പാർലമെന്റ് മണ്ഡലം പ്രസിഡന്റ് PP നൌഷീർ, യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് നജീബ് കാന്തപുരം എന്നിവരുടെ നേതൃത്വത്തിൽ UDF യുവജന സംഘടനകളിൽ ഉൾപ്പെട്ട 500ഓളം പേർ യുവജന നടത്തത്തിൽ പങ്കെടുത്തു. സമാപന സമ്മേളനത്തിൽ യൂത്ത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി സംസാരിച്ചു. ഇനി ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളുമായി നിഷിത സുരേഷ്. Galaxy made of ABS material. സംസ്കൃതി നദികളിതിലെ സുജലാം സുഫല ഇവയിഴകൾ കലരുമൊരു മന്ദ. Celebrate the most beautiful moments in your life with Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. വേനലവധിക്കാലത്ത് കുട്ടികൾക്കു വേണ്ടി സംഘടിപ്പിച്ച വിനോദ വിജ്ഞാന ഭാഷാ ശില്പശാല വിദ്യാജ്യോതി വെക്കേഷൻ ക്യാമ്പിന് തുടക്കമായി. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ 3 ദിവസങ്ങളിലായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സിനിമാ നാടക പ്രവർത്തകൻ PP ജയരാജ് നിർവഹിച്ചു. മലയാളത്തെ അറിയാനും മലയാളത്തെ സ്നേഹിക്കുവാനും ടെലിവിഷൻ ചേംബർ ഓഫ് കേരളയും മാസ്റ്റേഴ്സ് സ്മാർട്ട് സ്കൂളും സംയുക്തമായാണ് വിദ്യാജ്യോതി വെക്കേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മാനാഞ്ചിറ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ 3 ദിവസങ്ങളായി നടക്കുന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം സിനിമാ നാടക പ്രവർത്തകനും ക്യാമ്പ് ഡയറക്ടറുമായ PP ജയരാജൻ നിർവഹിച്ചു. 4ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ സംബന്ധിച്ചത്. കഥ, കവിത, യോഗ, ചിത്രം, നാടകം, മാജിക്, സംഗീതം, നാടൻപാട്ട്, റീസൈക്കിൾ ക്രാഫ്റ്റ്, വ്യക്തിത്വ വികസന ക്ലാസുകൾ എന്നീ വിവിധ മാധ്യമങ്ങളിലൂടെ മലയാള ഭാഷയിലേക്ക് വേനൽ അവധിക്കാലത്തെ കുട്ടികളുടെ ഒരു വിനോദ സഞ്ചാരമാണ് ഈ ക്യാമ്പ്. എഴുത്തുകാരും കലാകാരന്മാരുമാണ് വിനോദ വിജ്ഞാന ശില്പശാലയിൽ ക്ലാസുകൾ എടുക്കുന്നത്. ആദ്യ ദിനം HRD ട്രെയിനർ ഹേമപാലൻ വ്യക്തിത്വ വികസനത്തിൽ ക്ലാസ് എടുത്തു. തുടർന്ന് മജീഷ്യൻ പ്രദീപ് ഹുഡനയുടെ നേതൃത്വത്തിൽ ജാലവിദ്യയും അരങ്ങേറി. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവും ഗോവ വിമോചന പോരാളിയുമായിരുന്ന KM കുട്ടിക്കൃഷ്ണന്റെ 2ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇൻഡോർ സ്റ്റേഡിയം ഹാളിൽ നടന്ന പരിപാടി AITC സംസ്ഥാന സെക്രട്ടറി J ഉദയഭാനു ഉദ്ഘാടനം ചെയ്തു. ട്രേഡ് യൂണിയൻ രംഗത്തെ ത്യാഗധനനായ കർമ്മയോഗിയായിരുന്നു KM കുട്ടിക്കൃഷ്ണൻ എന്ന് AITC സംസ്ഥാന സെക്രട്ടറി J ഉദയഭാനു അഭിപ്രായപ്പെട്ടു. പ്രമുഖ ട്രേഡ് യൂണിയൻ നേതാവായിരുന്ന KM കുട്ടിക്കൃഷ്ണൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാന ലീഡർഷിപ്പുമായി ബന്ധപ്പെട്ട് ഉള്ള പ്രവർത്തനങ്ങളുടെ അത് ഘടം കഴിഞ്ഞപ്പോ TV ബാലൻ അധ്യക്ഷനായിരുന്നു. AITC ജില്ലാ സെക്രട്ടറി KG പങ്കജാക്ഷൻ, കവി PK ഗോപി, PV മാധവൻ, അനിൽകുമാർ, പ്രൊഫസർ M ദാസൻ, VT ഗോപാലൻ എന്നിവർ സംസാരിച്ചു.
KM കുട്ടികൃഷ്ണന്റെ സ്മരണയ്ക്ക് പ്രഭാത് ബുക്സുമായി സഹകരിച്ച് സിറ്റി കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ AITC ഏർപ്പെടുത്തിയ 10,000 രൂപയുടെ എൻഡോവ്മെന്റ് ഉപയോഗിച്ച് വാങ്ങിയ പുസ്തകങ്ങൾ കവി PK ഗോപി കോവൂർ ലൈബ്രറിക്ക് കൈമാറി. ലൈബ്രറി സെക്രട്ടറി അനിൽകുമാർ ഏറ്റുവാങ്ങി. വിദേശ രാജ്യങ്ങളുടെ സംസ്കാരവും സൗന്ദര്യവും നിറങ്ങളിൽ ചാലിച്ച് കഥ പറയുകയാണ് നിസ റിയാസ്. ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ നടക്കുന്ന ചിത്ര പ്രദർശനം നഗരത്തിന് പുത്തൻ കാഴ്ച നൽകുന്നതാണ്. ഓസ്ട്രിയ, തുർക്കി, വിയറ്റ്നാം തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രത്യേകതകളാണ് നിറങ്ങളിലൂടെ നിസ ക്യാൻവാസിൽ പകർത്തിയത്. മലയാള തനിമയിൽ നിന്ന് വിദേശ രാജ്യങ്ങളുടെ സൗന്ദര്യത്താലാണ് നിസ റിയാസ് ആർട്ട് ഗാലറിയിലെ ചുവരുകളെ വ്യത്യസ്തമാക്കിയത്. ഓസ്ട്രേലിയ, വിയറ്റ്നാം, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രത്യേകതകളാണ് ചിത്രങ്ങളായി നിസ ക്യാൻവാസിൽ പകർത്തിയത്. ക്യാൻവാസിൽ പതിഞ്ഞ നിറക്കൂട്ടങ്ങളിലെല്ലാം പ്രകൃതി ചൂഷണത്തിനെതിരെയും സാമൂഹ്യ പ്രശ്നങ്ങൾക്കെതിരെയുമാണ് നിസ വിരൽ ചൂണ്ടുന്നത്. കൂടാതെ ആഗോളതാപനം, കുട്ടികളിലെ വിഷാദം, സ്ത്രീ പീഡനം, പ്രകൃതി തുടങ്ങിയ ചിത്രങ്ങൾ പ്രദർശനത്തെ വേറിട്ട കാഴ്ചയാക്കുകയാണ്. ചെറുപ്പത്തിൽ നിറങ്ങളോട് തോന്നിയ ഇഷ്ടം നിസയെ ചിത്രരചനയിലേക്ക് നയിക്കുകയായിരുന്നു. ഏകാന്ത ചിത്ര പരിശീലനത്തിലൂടെ സ്വായത്തമാക്കിയ സർഗശേഷിയിലൂടെയാണ് നിറങ്ങളെ നിസ തന്റെ കൂട്ടുകാരികളാക്കിയത്. വടകര സ്വദേശിയായ നിസ വിവാഹശേഷം ദുബായിൽ സ്ഥിര താമസമാക്കി ചിത്രരചനയ്ക്ക് കൂടുതൽ സമയം കണ്ടെത്തുകയും ചെയ്തു. ചിത്രരചനയ്ക്കായി എല്ലാ വർഷവും ഏതെങ്കിലും ഒരു രാജ്യം സന്ദർശിച്ച് അവിടുത്തെ പ്രത്യേകതകൾ ക്യാൻവാസിൽ പകർത്തുകയാണ് നിസയുടെ ശൈലി. ഇതിനു കൂട്ടായി ഭർത്താവ് മുഹമ്മദ് റിയാസും മക്കളും കൂടെയുണ്ട്. എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ച് ക്യാൻവാസിലെ നിറങ്ങളാക്കുക എന്നതാണ് നിസയുടെ സ്വപ്നം. ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ച പ്രദർശനം ഏപ്രിൽ 5-ന് സമാപിക്കും. ഓട്ടിസം എന്ന അവസ്ഥയെക്കുറിച്ച് നമ്മുടെ സമൂഹത്തിലെ വലിയൊരു വിഭാഗം ജനങ്ങളും അജ്ഞരും തെറ്റിദ്ധാരണയുള്ളവരുമാണ്. ഇതിന്റെ ബോധവൽക്കരണാർത്ഥമാണ് ജില്ലയിലെ വിവിധ സാമൂഹ്യ സേവന സന്നദ്ധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. ഇതിന്റെ ഭാഗമായി വാക്ക് ഫോർ ഓട്ടിസവും സംഘടിപ്പിച്ചു. ഐക്യരാഷ്ട്രസഭ എല്ലാ വർഷവും ഏപ്രിൽ 2 ലോക ഓട്ടിസം ദിനമായി ആചരിച്ചു വരുന്നു. ഒരു കുട്ടിയുടെ ജീവിതം ദുരിതപൂർണമായും മാതാപിതാക്കളുടെ മനസ്സ് ആശങ്ക നിറഞ്ഞതുമാക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടിസം. ഇതുള്ള കുട്ടികൾക്ക് കൈത്താങ്ങാകേണ്ടതും ഇത്തരം കുട്ടികളുടെ രക്ഷിതാക്കളെ പ്രത്യാശയുടെ തീരങ്ങളിലേക്ക് എത്തിക്കേണ്ടതും നമ്മുടെ സമൂഹം തന്നെയാണ്. കാരണം ഇവർ ഇത്തരം ഒരവസ്ഥയിൽപ്പെട്ടത് ഇവരുടെ കുറ്റവും കുറവും കൊണ്ടല്ല. നിർഭാഗ്യമെന്ന് പറയട്ടെ, നമ്മുടെ സമൂഹത്തിൽ വലിയൊരു വിഭാഗം ജനങ്ങളും ഓട്ടിസത്തെപ്പറ്റി അജ്ഞരും തെറ്റിദ്ധാരണയുള്ളവരുമാണ്. ഇതുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹ്യൂമാനിറ്റി ചാരിറ്റബിൾ ട്രസ്റ്റ്, IMA ബ്ലഡ് ഡോണേഴ്സ് ഫോറം, വിഷ് കോഴിക്കോട്, ആശാകിരൺ സ്കൂൾ, റോഷി സ്പെഷ്യൽ സ്കൂൾ എന്നിവർ സംയുക്തമായി ലോക ഓട്ടിസം ദിനത്തിന്റെ ഭാഗമായി വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. പുനരധിവാസം എന്ന വിഷയത്തിൽ സെമിനാറും സംഘടിപ്പിച്ചു. ഇതിന്റെ ഭാഗമായി പോലീസ് ക്ലബ് പരിസരത്ത് നിന്നും വാക്ക് ഫോർ ഓട്ടിസം ആരംഭിച്ചു. നഗരം ചുറ്റി കിഡ്സംകുളം പരിസരത്ത് സമാപിച്ചു. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ സംബന്ധിച്ചു. M. മൻസൂർ, ഡോക്ടർ റോയ്, അശോകൻ ആലപ്പുറത്ത്, ജിൻസ് ജെയിംസ്, P. സിക്കന്ദർ എന്നിവർ നേതൃത്വം നൽകി. വാർത്തകൾ ചുരുക്കത്തിൽ. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ തീരുമാനിച്ചതായി അഖില കേരള ധീവരസഭാ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ധീവര സമുദായം നേരിടുന്ന വിവിധ വിഷയങ്ങളിൽ അനുകൂല നിലപാടുകൾ സ്വീകരിച്ചത് UDF ആണെന്നും അതേസമയം സമുദായ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കുന്നതിൽ ഇരുമുന്നണികളും അവഗണന കാണിച്ചെന്നും ഭാരവാഹികൾ പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UDF സർക്കാർ വെന്റിലേറ്ററിലാണെന്ന് NCP നേതാവ് ഉഴവൂർ വിജയൻ. സീറ്റ് കുറഞ്ഞാൽ ഉമ്മൻചാണ്ടി രാജിവെക്കുമോ എന്നും അദ്ദേഹം. സാമ്പത്തിക പ്രതിസന്ധിയുടെ മറവിൽ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കരുതെന്ന ആവശ്യവുമായി അധ്യാപകരുടെയും ജീവനക്കാരുടെയും കളക്ടറേറ്റ് മാർച്ച്. ബസ്സുകളുടെ മത്സരയോട്ടം. തണ്ണീർപ്പന്തലിൽ ബസ്സുകൾ കൂട്ടിയുരസി അപകടവും. നടുറോഡിൽ ബസ് ജീവനക്കാരുടെ കയ്യാങ്കളിയും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഗാലക്സി മേഡ് ഓഫ് ABS മെറ്റീരിയൽ.